ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൈനിറ്റാൾ വ്ളോഗ് പാർട്ട് 2. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒടുക്കത്തെ തണുപ്പും ഭയങ്കരമായ പനിയും കാരണം ചാകാറായ പോലെയാണ് ഞാൻ സെക്കൻഡ് ഡേ നൈറ്റ് ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഡോറ് തുറന്ന് ഞാൻ വെട്ടിത്തിളങ്ങിക്കുന്ന സൂര്യനെ കണ്ട് ഞെട്ടിത്തെരിച്ചുപോയി. ഞാൻ എൻ്റെ ലൈഫിൽ സൺലൈറ്റിനെ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. കാര്യം എനിക്കത് അത്രയും മച്ച് നീഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് റൂം പോയി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ലോണിൽ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് വെയിലും കാഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ഡേ 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോട്ടിങ്ങിന് പറ്റിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഫ്രഷായി നേരെ ബോട്ടിങ്ങിനാണ് പോയത്. ഈ ലേക്കിൻ്റെ പല ഭാഗത്തും ബോട്ടിങ്ങിന് എൻട്രൻസ് ഉണ്ടെങ്കിലും മെയിൻ എൻട്രൻസ് എൻ്റെ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ബോട്ടിങ് ചെയ്തത്. 420 റുപ്പീസാണ് ഒരു ബോട്ടിന് ഫുൾ ട്രിപ്പിനായിട്ട് ചാർജ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു ലേക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചെറിയ ടൗണാണ് നൈനിറ്റാൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോട്ട് റൈഡിൽ കുറേ വ്യൂസ് ഉണ്ട് കാണാനായിട്ട്. ഈ വെള്ളമൊന്നും കാണുന്ന പോലെയല്ല, ഒടുക്കത്തെ തണുപ്പാണ്. പിന്നെ നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കൈട്ടാക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. പിന്നെ എനിക്ക് കിട്ടിയ ബോട്ട് ഡ്രൈവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു തന്നു, കുറേ അറിവുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഒരു ഹനുമാൻ ടെമ്പിളാണ്. ഇതുപോലെ തന്നെ ഭോജിയ മാർക്കറ്റ്, നൈനാദേവി ടെമ്പിൾ, ഗുരുദ്വാര, പാഷാൻ ദേവി ടെമ്പിൾ എല്ലാം നമുക്ക് ഈ ബോട്ട് റൈഡിൽ നമുക്ക് സൈഡിൽ കൂടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നൈനിറ്റാൾ വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. അത്രയും ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ നൈനിറ്റാൾ. ഈ ലേക്കിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ നൈനിറ്റാളിൻ്റെ ജോഗ്രഫിയും ലാൻഡ്സ്കേപ്പും ഒക്കെ നമുക്ക് ഈ ബോട്ട് റൈഡിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ചെറിയ സൺലൈറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ബോട്ട് റൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ളിലിരുന്ന് ഈ വെയിൽ കായാനൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു സുഖവുമാണ്, വ്യൂസും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലമുള്ള മലയിടിച്ചിലും അതിൻ്റെ കൺസ്ട്രക്ഷൻസും ഒക്കെ ഇവിടെ ഒരു പതിവായിട്ടുള്ള കാഴ്ചയാണ് എന്നാണ് ബോട്ട് ഡ്രൈവർ പറഞ്ഞു തന്നത്. ലേക്കിൽ നിന്ന് ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ വ്യൂ ഇതാണ്. മാർച്ച് ടു ജൂൺ, അതിൽ തന്നെ മെയ് ജൂണിലാണ് മാക്സിമം ടൂറിസ്റ്റേഴ്സ് ഉണ്ടാവുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. ഡിസംബറിലൊക്കെ ടൂറിസ്റ്റേഴ്സ് ഉണ്ടാവുമെങ്കിലും അസഹനീയമായ തണുപ്പ് കാരണം ടൂറിസ്റ്റേഴ്സിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് പുള്ളിയോട് കുറേ വിശേഷങ്ങളും പറഞ്ഞ് ഞങ്ങൾ ബോട്ട് യാത്ര അവസാനിപ്പിച്ചിറങ്ങി നടന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ടിപ്പും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ വെള്ളത്തിലടിക്കുന്ന വ്യൂവും കണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ അടിപൊളിയാണ്. അങ്ങനെ വന്നപ്പോഴാണ് സൈഡിലൊരു അങ്കിള് വാനില കേക്കും ചോക്ലേറ്റ് കേക്കും വിൽക്കുന്നത് കണ്ടത്. പുള്ളിയോട് ചോദിച്ചപ്പോൾ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ അവരുടെ ഒത്തൻറ്റിക് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കേക്കാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ട്രൈ ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഞാൻ 2 ഫ്ലേവറും എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു ഒത്തൻറ്റിക് ടേസ്റ്റാണ്. ഭയങ്കര ഓവർ സ്വീറ്റ്നെസ്സോ ഒന്നുമില്ലാത്ത നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഫാൻറ്റസിക്കലായിട്ടുള്ള ഈ കഥകളിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. എനിക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത്, ഒരു പ്രത്യേക മണവും രുചിയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വാനില ഫ്ലേവറും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വാനിലയാണ്. പക്ഷെ ഒരു പ്രത്യേകതരം ടേസ്റ്റ്, ഓവറായിട്ടുള്ള സ്വീറ്റ്നെസ് ഇല്ല, നല്ലൊരു സ്മെല്ലും നൈസായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കുറേ റിവ്യൂസൊക്കെ കണ്ട നല്ലൊരു ലേക്ക് സൈഡ് വ്യൂ ഉള്ള കഫേ ലേക്ക് സൈഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സും 2 ഡ്രിങ്ക്സുമാണ് അന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് സൈഡാണ് ഈ കഫേ. അത് കഴിഞ്ഞ് പോയ വഴിക്ക് ഞാൻ അമേരിക്കൻ നട്ട്സിൻ്റെ ഒരു വേഫിൾ കോൺ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്ട്രീറ്റ് സൈഡിൽ നിന്ന് തന്നെയാണ്. ഏതാണ്ട് 100 റുപ്പീസാണ്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കിനും ടിബറ്റൻ മാർക്കറ്റിലെ നൈനിറ്റാൾ കഫേയിലെ മാഗിയും അങ്ങനെ കുറച്ച് ഡിഷസൊക്കെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഡൊണേഷൻ സീക്ക് ചെയ്തുകൊണ്ടുള്ള കുറച്ച് മ്യൂസിക് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു സ്ട്രീറ്റിൽ. അതെല്ലാം കണ്ട് നേരെ പോയി കിടന്നുറങ്ങി പിറ്റേന്ന് ഡേ 4 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിവെച്ച നൈനാദേവി ടെമ്പിളിൻ്റെ അവിടേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു സ്ലോ ആൻഡ് റിലാക്സ്ഡ് ട്രിപ്പാണ് നൈനിറ്റാളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 2 to 3 ഡേയ്സ് എടുത്ത് എക്സ്പ്ലോർ ചെയ്യേണ്ട നൈനിറ്റാളിലെ പ്ലേസസ് എല്ലാം നമ്മളൊരു 5 ഡേയ്സ് എടുത്താണ് എക്സ്പ്ലോർ ചെയ്തത്. അന്നത്തെ ദിവസം റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങി ഒരു ഉച്ച കഴിഞ്ഞാണ് എഴുന്നേറ്റത് തന്നെ. അത് കഴിഞ്ഞൊരു വൈകുന്നേരം ഫ്രഷായി നേരെ നമ്മൾ നൈനാദേവി ടെമ്പിളിൽ വന്നു. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഷൂ എല്ലാം സേഫായിട്ട് വെക്കേണ്ട റാക്കിൽ വെച്ചിട്ട് ആണ് ഉള്ളിലേക്ക് പോകേണ്ടത്. ഇൻസൈഡ് ഫോൺ അലൗഡ് അല്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഗുരുദ്വാരയിലേക്കാണ്. അവിടെയും ഇൻസൈഡ് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡിലുള്ള ദൃശ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നീട് ആ ഏരിയയിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ സ്ട്രീറ്റിലോട്ടാണ് ഇറങ്ങിയത്. കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടെ ട്രൈ ചെയ്യാനുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഈ ഒരു പനീർ ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രൈസ് എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല, ഒരു 90-80 ആ റേഞ്ച് ആണെന്ന് തോന്നുന്നു.
ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് എന്നേ പറയാനുള്ളൂ. ആ ഗ്രീൻ ചട്നിയൊന്നും എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഹൈജീൻ വൈസ് ഓക്കെയാണ്, പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആലു ടിക്കിയാണ്. ഈ ആലു നമ്മുടെ പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് കുറച്ച് മസാലാസൊക്കെ ചേർത്ത് തരുന്നൊരു സാധനമാണ്. പക്ഷേ ഈ മസാലയൊക്കെ ഭയങ്കര ഓവറായിട്ടുള്ള മസാലയും എന്തോ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതിനിട്ടാളിൽ നിന്ന് ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും വേഴ്സ്റ്റായിട്ട് തോന്നിയൊരു ഐറ്റം ഈ ആലു ടിക്കിയാണ്. അതിൻ്റെ ക്ഷീണം തീർക്കാൻ നേരെ വീണ്ടും കഫേ ലേക്ക് സൈഡിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവരുടെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാർഷ്മെലോസും മഷ്റൂം റിസോർട്ടും കഴിച്ച് ഡിന്നറും അവസാനിപ്പിച്ച് നേരെ ഹോട്ടലിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. പിറ്റേന്ന് ഡേ 5 നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് നൈനിറ്റാൾ ട്രിപ്പ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ സൂ ആണ് കാണാൻ പോകുന്നത്. ഇവിടോട്ട് നമുക്ക് എയ്തർ വാക്ക് ചെയ്തോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ടോ വരാം. ഇത് അത്യാവശ്യം ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സിയിലാണ് വന്നത്. പെർ പേഴ്സൺ 50 to 100 റുപ്പീസ് മറ്റേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇനി പാർക്കിങ്ങിൽ നിന്ന് വീണ്ടും കൊണ്ട് കുറച്ച് ദൂരം നടക്കാൻ കുരങ്ങന്മാരുണ്ട്, ഫോണൊക്കെ സൂക്ഷിക്കണം. അതുപോലെ അവിടെ നിന്നുള്ള വ്യൂ, ഈ സൂ വന്നിട്ട് അത്യാവശ്യം ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഈ കുന്നിൻ്റെ വളരെ മുകളിലായതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്നും ഈ വ്യൂ തന്നെ അല്ലേ കാണുന്നത്, മടുക്കത്തില്ലെന്ന്? ഒരിക്കലുമില്ല. കാര്യം അത്രയും നല്ല വ്യൂവും അത്രയും നല്ല ക്ലൈമറ്റുമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. പിന്നെ നൈനിറ്റാൾ സൂ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സൂ എന്ന് പറയേണ്ടി വരും. കാര്യം ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ്. എൻട്രി ഫീസായിട്ട് അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 100 റുപ്പീസാണ് ഒരാൾക്ക്. അങ്ങനെ എൻട്രി പാസ് എല്ലാം എടുത്ത് ഞാൻ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കടുവേനെ ഇത്ര അടുത്ത് കാണുന്നത്. ഇതെങ്ങാനും പൊളിച്ച് പുറത്ത് വന്നാൽ എന്താ അവസ്ഥയെന്ന് ആലോചിച്ചാൽ അത്രയും ടെൻഷൻ അടിച്ചു. പക്ഷേ ഇതിനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, അത്രയും അടുത്ത് നമുക്കിങ്ങനെ കാണാം. പിന്നെ ഇങ്ങനെ കുറേ ഹൈക്ക് ചെയ്ത് മുകളിലോട്ട് പോയി വേണം എല്ലാം കാണാൻ. ഇന്ത്യയിലെ 3 ഹൈ ഓൾട്ടിറ്റ്യൂഡ് സൂസിൽ ഒന്നാണ് നൈനിറ്റാൾ സൂ വിത്ത് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 6900 ഫീറ്റ് അബോവ് ദ സീ ലെവൽ. എനിവേസ് കേജിങ് ഈസ് കേജിങ്, ബട്ട് കമ്പയറിംഗ് ടു അതർ സൂസ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ എ വെരി സ്പേഷ്യസ് ആൻഡ് നാച്ചുറലിസ്റ്റിക് എൻക്ലോഷേഴ്സ്. പക്ഷേ ഈ കുന്നിൻ്റെ മുകളിൽ ഫോറസ്റ്റിനുള്ളിലായതുകൊണ്ട് തന്നെ നടന്ന് നമ്മൾ കുഴയും. പക്ഷെ മുകളിലെത്തിയപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആലിപ്പഴം പെയ്യുന്ന കാണുന്നത്. എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ആലിപ്പഴം കാണണമെന്നുള്ളത്. പക്ഷേ അതങ്ങനെ ഫസ്റ്റ് ടൈം ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റുന്ന സന്തോഷത്തിൽ ആടി തിമിർത്തി ഞാനൊരു വഴിക്കായി. അത് കഴിഞ്ഞ് ചെറുതായിട്ട് അതൊന്ന് തോർന്നു കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഓഫീസിനടുത്ത് തന്നെ ഒരു ടെമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു കാട്ടിനുള്ളിൽ. അങ്ങനെ അവിടെ കയറി അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സൂ ഇങ്ങനെ കണ്ടു നടന്നു. ഇത് സത്യം പറഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ ഫോറസ്റ്റിനകത്തായിട്ട് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെയാണ് ഈ ആനിമൽസ് എല്ലാം നിൽക്കുന്നത്. അത് കുറച്ച് പ്രൊട്ടക്റ്റഡായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കാണിക്കുകയാണ്. ഭയങ്കര രസമാണ് അത് കാണാൻ തന്നെ, ഒരു പീസ്ഫുൾ ഫീലാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെറ്റിനറി ഹോസ്പിറ്റലും എല്ലാം ഉണ്ട്. ആൻഡ് ഇത് വന്നിട്ട് മാർക്കോ എന്നാണ് എൻ്റെ പേര്. ലാർജസ്റ്റ് മൗണ്ടെയിൻ ഗോട്ട് ഇൻ ദ വേൾഡ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൊമ്പൊക്കെ കണ്ടു, ഭയങ്കര രസം. ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ഞാൻ അവിടെ കണ്ടു. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, ഇവരിത് ഓർഗനൈസ് ചെയ്തേക്കുന്ന രീതി, പാത്തൊക്കെ ഇങ്ങനെ വരച്ച് കറക്റ്റായിട്ട് നമ്മൾ ഒരിടത്തും തുടങ്ങി ഒരിടത്ത് അവസാനിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും മിസ്സാവത്തില്ല, എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ കണ്ടൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് പോണ്ടിൻ്റെ അവിടെ എത്തി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട്, ഈ സൂവിൻ്റെ തന്നെ ഒരു കഫേ ഉണ്ട്. ഞങ്ങൾ സൂ എല്ലാം കണ്ടു തീർന്ന് വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം ക്ലൈമറ്റ് മോശമാവാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അവിടെ മോമോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമായതുകൊണ്ട് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചില്ലി പാർ വെജ് മോമോസ്. ഇതുവരെ ട്രൈ ചെയ്ത മോമോസ് ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു മോമോസ് ഇപ്പോഴാണ് കഴിക്കുന്നത്. യൂഷ്വലി എല്ലാവരും സെയിം ടേസ്റ്റാണുള്ളത്. ഭയങ്കര ടേസ്റ്റുള്ള മോമോസ്, മസ്റ്റ് ട്രൈ. ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത പ്ലേറ്റ് കൂടെ വാങ്ങിച്ചു, ടേസ്റ്റ് ആയിരുന്നു. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു, ബാക്കിയുള്ള എല്ലാം എനിക്ക് തന്നെന്ന് തോന്നുന്നു. അടിപൊളി മോമോസ്.
അപ്പോഴേക്കും ഹെയിൽ സ്റ്റോമും മഴയും കാറ്റും ഭയങ്കര വഷളായി. ക്ലൈമറ്റ് സീനായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സന്ദർശകരെ അവർ സൂയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നുണ്ടായിരുന്നു. എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ എല്ലാം കണ്ട് കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് എനിക്കെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ച് നൈനിറ്റാളും ആസ്വദിച്ച് എന്നാണോ എന്തോ ഇവിടേക്ക് തിരിച്ചു വന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്ത് ഞാൻ തിരിച്ച് നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാത്രിയാണ് ഡൽഹിക്ക് ബസ്. അപ്പോൾ അതിന് മുമ്പ് ഈ ലേക്കിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള പാഷാൺ ദേവി ടെമ്പിളോട് എനിക്ക് വിസിറ്റ് ചെയ്യണമായിരുന്നു. ഇത് ആ മലയുടെ കല്ലിൽ തന്നെ കൊത്തിയൊരു ക്ഷേത്രമാണ്. ആ പ്രതിഷ്ഠയൊക്കെ കല്ലിൽ കൊത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഭയങ്കര തണുപ്പാണ്. അതെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് നേരെ ഞാൻ ഹോട്ടലിൽ പോയി വെക്കേറ്റ് ചെയ്ത് ഡിന്നറും കഴിച്ച് നേരെ ഞാൻ നൈനിറ്റാൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് നൈനിറ്റാൾ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് ബസ്സസും വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ 600 rupees പെർ പേഴ്സൺ ആ ഒരു റേഞ്ചിൽ തന്നെ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡൽഹിക്ക്. അപ്പോൾ ഫസ്റ്റ് അവരിവിടെ ക്യാബ് അയക്കും. ആ ക്യാബിൽ നമ്മൾ കാത്ഗോഡാമിലെത്തണം. കാത്ഗോഡാമിൽ നിന്നാണ് നമുക്ക് ഡൽഹിക്ക് ബസ്. അങ്ങനെ ഞാൻ ഏകദേശം രാവിലെ ആയപ്പോൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇനി നേരെ ഹൈദരാബാദിൽ കുറച്ച് നേരം ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് കൊച്ചി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഭയങ്കര എക്സ്പെൻസ് ഒന്നുമില്ലാതെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തൊരു 2 to 4 ഡേയ്സിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു ട്രിപ്പാണ് നൈനിറ്റാൾ ട്രിപ്പ്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഹൈദരാബാദിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. എനിക്കിതൊരു ലോങ് ജേർണി ആയിരുന്നു. കാര്യം ഫസ്റ്റ് മഹാകുംഭമേള അറ്റൻഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഡൽഹി, അത് കഴിഞ്ഞ് നേരെ നൈനിറ്റാൾ, അതിനിടയ്ക്ക് പനി പിടിക്കുന്നു, പീരീഡ്സ് ആവുന്നു, അങ്ങനെ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് ഈ പിസ്താഷ്യോ കുനാഫ എടുത്തുകൊണ്ടാണ് കൊച്ചി ഫ്ലൈറ്റ് കയറുന്നത്. ഇത് നിങ്ങൾ എയർപോർട്ടിൽ പോകണേ ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കാലിയായ കീശയും പെട്ടി നിറയെ സാധനങ്ങളും മനസ്സ് നിറയെ ഓർമ്മകളുമായിട്ട് ഞാൻ കേരളത്തിൻ്റെ പച്ചപ്പിലും ഹരിതാപയിലേക്ക് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. വൈകുന്നേരമാണ് ഞാൻ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് മെട്രോ ഫീഡർ ബസ് എടുത്താണ് ഞാൻ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോയത്. ഒരാൾക്ക് 80 rupees ടിക്കറ്റ് ചാർജ് വരുന്നത്. വീട്ടുകാരോട് പങ്കുവയ്ക്കാനുള്ള കുറേ വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഞാൻ രാത്രി ആലുവയിൽ നിന്ന് നാട്ടിലേക്ക് ബസ് കയറി. അപ്പോൾ അടുത്ത ട്രിപ്പായിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.